ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പൗലോസ് അച്ഛൻ, എൻ്റെ കൂടെ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ഈ നല്ല വൃന്ദം, അനുഗ്രഹീത മദ്ബഹ ശുശ്രൂഷക്കാര്, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ആദിമ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടും പിതാക്കന്മാരുടെ എഴുത്തുകളുടെ ഭാഗമായിട്ടും പരിശുദ്ധ സഭയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടും വെള്ളം എപ്പോഴും അസ്ഥിരമായ, പിശാചുക്കളുടെ വാസസ്ഥലമായ ഒരു സ്ഥലമായിട്ടാണ് ജലത്തെ എപ്പോഴും ദർശിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു എന്ന്. The Spirit of God hovered or worked upon the waters, therefore thereby sanctifying it. വെള്ളം ജീവന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. പക്ഷെ വെള്ളത്തിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അതിന് നിറമില്ല, വലിയ രുചിയൊന്നുമില്ല. അതിങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ ലിക്വിഡ് ഫോം ആണല്ലേ, ഒഴുക്കുള്ള ഒരു സംഗതിയാണ്. ആത്മീയ ജീവിതത്തിന് വളരെ വിപരീതമായ ഒരു അവസ്ഥയാണ് വെള്ളത്തിൻ്റെത്. Water signifies the paradoxical or the total opposite of spiritual life. Water has no color, no flavor. It's liquid, so it just flows anywhere, wherever it wants to go, and stuff like that. Whereas spiritual life is the total contrast, the total opposite of whatever water stands for, whatever it has as its characteristics. But the moment when Christ our Lord entered into the waters of Jordan, this understanding of water is gone. After he enters into the waters of Jordan, if you concentrate and if you listen to the prayers of the church, you will realize that as soon as Christ stepped into the waters of Jordan, the entire body of water on the earth has been sanctified. Every water body on this earth has been sanctified by Christ, the second person of the Holy Trinity, God Himself, when He stepped into the waters, into the little waters, the humble waters of Jordan. അതുകൊണ്ടാ പറയുന്നത്, വെള്ളം നിന്നെ കണ്ടു, വെള്ളം ഭയപ്പെട്ടു, ജലം ഭയപ്പെട്ടു. വീണ്ടും പറയുന്നുണ്ട്, വിറകും മറ്റു സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജലം ഊഷ്മളമായി എന്നൊക്കെയും പാടുന്നുണ്ട്. തീയും വിറകുമില്ലാതെ ജലം ഊഷ്മളമായി. കാരണം എന്നാ? ദൈവത്തിന്റെ ഏകപുത്രൻ ഇതാ ഈ വെള്ളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അതിനെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അത് മുഖേന ഈ ലോകത്തുള്ള സകല ജല അംശങ്ങളെയും ശുദ്ധീകരിച്ചിരിക്കുന്നു. The sanctification of water. And today is a great feast where we remember this holy event in the life of our Lord and Savior Jesus Christ. ഇന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതായ ഒരു പ്രത്യേക ശുശ്രൂഷ തന്നെയുണ്ട്. സഭ അതിനെ വളരെ ശക്തമായി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ തുയോബയ്ക്ക് ശേഷം കുർബാന ചൊല്ലുന്നതിന് മുമ്പാണ് ഈ ദനഹാ പെരുന്നാളിന്റെ ശുശ്രൂഷ നടത്തുവാനുള്ള പതിവ്. ഏറ്റവും മുറയ്ക്കനുസരിച്ച് അതാണ് അതിന്റെ ശരി. പക്ഷെ അമേരിക്കയിൽ എന്തുമാകാം എന്നുള്ള ഒരു വിചാരമായതുകൊണ്ട് നമുക്ക് ഇതൊക്കെയും മാറ്റിയെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതിൽ വളരെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം രാവിലെ നമസ്കാരം തുടങ്ങിയപ്പോ കുറച്ച് മദ്ബഹായിലെ കുറച്ച് ആൾക്കാരും ഒരു 5-6 ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛന്മാർ ഇതിനോട് നേരത്തെ പറഞ്ഞ് അന്നേരം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ബസ്മൽക്കോ അല്ലെങ്കിൽ നിന്നാസ്തുതിയോട് കുർബാന മധ്യം നടത്തിയാൽ മതി. അമേരിക്കയാണല്ലോ, എന്തും നമുക്ക് ചെയ്യാമല്ലോ, നമ്മുടെ സൗകര്യം അനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും നമുക്കൊക്കെ നമ്മുടെ ഇടയിൽ. അതിന് 1000 ന്യായീകരണവും നമുക്കുണ്ട്. ഏതും പോലത്തെ ഈ ഒരു പെരുന്നാള് വളരെ ശക്തമായ ചില ആശയങ്ങൾ, ചില പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. Like every other feast, this feast teaches us some very valuable lessons in life. എന്താണ് ഈ പെരുന്നാളിൽ നിന്നും ഞാൻ ഉൾക്കൊള്ളേണ്ടത്? എന്താണ് ഈ പെരുന്നാൾ എന്നെ പഠിപ്പിക്കുന്നത്?
എന്തുകൊണ്ടാണ് പാപമില്ലാത്തവനായ കർത്താവായ യേശു മിശിഹ, ഈ ലോകത്തിന്റെ നാഥൻ, എന്തുകൊണ്ടാണ് വളരെ എളിയവനായ തന്റെ സൃഷ്ടിയായ യോഹന്നാൻ അബ്ദാരിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയും അവനിൽ നിന്നും മാമോദീസ സ്വീകരിക്കുകയും ചെയ്യുന്നു? Certain denominations use this example to say child baptism is not necessary. Infant baptism is not scriptural. Because they will point out towards the baptism of Christ. Look, Christ got baptized at the age of 33. Why don't you follow the scriptures? But if you sit down and think deeply about this whole event, like the fathers of the church did, you will understand what baptism stands for. When you and I get baptized, what happens there? What happens there? അച്ഛാ കൊച്ചിലെ ആ മാമോദിസ മുങ്ങി, അങ്ങനെ ഇതൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും വലിയ പിടിയൊന്നുമില്ല. കൊച്ചിലെ മാമോദിസ മുങ്ങുമ്പോൾ മാമോദിസ മുങ്ങുന്നതായ കുഞ്ഞിന് എന്നാ ലഭ്യമാവുന്നത്? സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ പറയാം. പരിശുദ്ധാത്മാവിന്റെ ആവാസം ഈ കുഞ്ഞിന്മേൽ വരുന്നു. ആണോ? ഒന്ന്. രണ്ട്, പുത്രസ്വീകാര്യത്തിനുള്ള മാമോദിസയാണ് സഭ ഈ കുഞ്ഞിന് കൊടുക്കുന്നത്. പുത്രൻ പുത്രിയായി ഈ കുഞ്ഞ് സഭയിലോട്ട് ചേർക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞാടായി, ദൈവത്തിന്റെ കൊച്ചായിട്ട് ഈ ആൺകൊച്ച് അല്ലെങ്കിൽ പെൺകൊച്ചിനെ മാമോദിസ വഴിയായി സഭയിലോട്ടും ദൈവത്തിന്റെ വലിയ പദ്ധതിയിലോട്ടും ചേർക്കപ്പെടുന്നതായ ഒരു സംഗതിയാണ്. ആണ് രണ്ട്. മൂന്ന്, പാപമോചനത്തിന് വേണ്ടിയുള്ള മാമോദിസയാണ്. അങ്ങനെ വേറെ പല കാര്യങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിന് തമ്പുരാൻ ആവശ്യമുണ്ടായിരുന്നു. Did Christ require the cleansing of his sins? Did he? He did not. Did Christ require the acquisition or being filled by the Holy Spirit? Did he? No. Did Christ, through the baptism, require to be the Son of God? That was a big heresy in the church. When Christ got baptized, that is when he became the Son of God. No, that's a big heresy in the church. He was already the Son of God. Then why? Why did Christ get baptized in the rivers of Jordan? Why did he get baptized before St. John? This is a beautiful icon. I'm so glad that we are bringing back the true heritage of Orthodoxy back to our church. The icon of the baptism of Christ. If that icon is just a half, if you look at the full icon, there is more to it. Furthermore, in the waters you will see dragons or some evil creatures. That is why I said, like, waters are a place where the demons resided, and through the stepping of Christ into the waters, it became sanctified. And Christ, when he says, I am the water of life. Coming back, why did Christ do all this? This feast is also called as the Feast of Theophany. Theophany എന്ന വാക്കിന്റെ അർത്ഥം റെവലേഷൻ ആണ്. റെവലേഷനിൽ നിന്നും ഉണ്ടാകുന്ന വലിയ ഒരു അനുഭവമാണ് പ്രകാശത്തിന്റെ അനുഭവം. അതുകൊണ്ട് ഇത് പ്രകാശത്തിന്റെ വലിയ ഒരു പെരുന്നാൾ കൂടിയാണ്. This is a feast of light. This is a feast of light because Christ revealed in and through his incarnation the mystery of the Holy Trinity. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായെയും ആദ്യമായിട്ട് ലോകത്തിന് ഇതാ വെളിപ്പെടുത്തി കൊടുക്കുന്നു, പരസ്യമായിട്ട് ഇതാ യോർദാൻ നദിയിൽ വെച്ച്. ഇതിനു മുമ്പ് തന്നെ ചില ആശയങ്ങളൊക്കെ ഉണ്ട്, ചില ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം എന്താണ്, എങ്ങനെയാണ് എന്ന് പൂർണ്ണമായിട്ടൊന്നുമല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ പഴയ നിയമകാലത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുക്കല്ലേ എന്ന് ദാവീദ് പറയുന്നത്. പിതാവാം ദൈവത്തെ പറ്റി അവർക്ക് ആദ്യമേ ഒരു ധാരണയുണ്ടായിരുന്നു. മശിഹായ്ക്ക് വേണ്ടി അവർ നോക്കി പാർത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് മൂന്നും ഒരുമിച്ച് വരികയും അത് ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതായ ഒരു വലിയ പെരുന്നാളാണ് ഇന്ന് ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത്. അതുകൊണ്ട് ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ ധൃതി വെക്കുവാൻ പാടില്ല. നമുക്കൊക്കെ ഉള്ള വലിയ വിഷയമാണ്, അച്ഛാ പെട്ടെന്ന് തീർക്കണം, പെട്ടെന്ന് തീർക്കാനുള്ള ശുശ്രൂഷ അല്ലിത്, അങ്ങനെ തീരാനും തോന്നില്ല. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിടാം, ഇപ്പോൾ തന്നെ വിടാം. അതിന് നമുക്ക് 100,000 justifications. Stay here. And when you stay here, put your heart here, put your mind here. ഈ ചൊല്ലുന്നതും കേൾക്കുന്നതും ഒക്കെയും അതിലേക്ക് മനസ്സൊന്ന് കൊണ്ടുവന്നാൽ ഇതൊക്കെ വലിയ അനുഭവമായിട്ട് തീരും. I don't know how many of you have girlfriends and boyfriends.
But those of you who have boyfriends and girlfriends, I'm not talking about the older generation. They were all saints. And they're still saints. But if any of you have boyfriends and girlfriends or courting someone, if you sit with your, loved one, you want to sit there for a longer time. 2 മണിക്കൂർ ഇരുന്നാലും 2 നിമിഷം ഇരുന്നുള്ളൂ എന്നുള്ള ഒരു തോന്നല. കല്യാണം കഴിച്ച് ആദ്യമായിട്ട് ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു തോന്നലാണ്. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. തിരിച്ചും അങ്ങനെയാണ്. ദൈവവുമായിട്ട് സംസർഗം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാവേണ്ട ഒരു അനുഭവമാണ് ഒരു പ്രിയനോട് പ്രിയതമ ഏതു വിധത്തിൽ സംസാരിക്കുന്നുവോ ഭാഷിക്കുന്നുവോ ആ തരത്തിലായിരിക്കണം ആരാധനയുടെ അനുഭവം. അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്നത്, അതുകൊണ്ടാണ് യഹോവയാം ദൈവം ഇസ്രായേലിനെ നോക്കി പറയുന്നത്, നീ എന്റെ മണവാട്ടിയാകുന്നു, നിന്നെ ഞാൻ എന്റേതാക്കിയിരിക്കുന്നു. നമ്മളൊക്കെയും തമ്പുരാന്റെ മണവാട്ടികളാണ്. We are his bride. The church is his bride. So when you stand here for prayer, when you stand here during the service, don't let your hearts and minds go, when is this getting over? I don't understand this. No, that's not our attitude and approach to worship. Our attitude and approach should be, let me be in here. പത്രോസും യാക്കോബും യോഹന്നാനും പറഞ്ഞതുപോലെ ഇത് തീരാതെ നിൽക്കട്ടെ, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, അങ്ങും മോശയ്ക്കും ഏലിയാവും ഇവിടെ പാർക്കാം എന്നുള്ള അനുഭവം നമ്മളിലും ഉണ്ടാവണം. This is theophany, the revelation of the God whom you and I love. ഇതിൽ നിന്നും കിട്ടുന്നതായ വലിയ ഒരു പാഠമാണ്, എന്റെ ജീവിതം യോർദാൻ നദിയാണോ? യോർദാൻ നദിയിൽ വെച്ചല്ലേ പരിശുദ്ധ തൃത്വം വെളിപ്പെട്ടത്. പുത്രൻ ഇതാ വെള്ളത്തിലേക്ക് ചെന്നു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കപ്പെട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ. പരിശുദ്ധ റൂഹ പ്രാവിന്റെ വിധത്തിൽ താൻ ഇറങ്ങി വരികയും ചെയ്തു. ഈ പരിശുദ്ധ തൃത്വത്തെ എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ സാധ്യമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Am I able to reveal, is my life a theophanic experience which reveals the Father, the Son and the Holy Spirit through everything I say, everything I do? If that is not happening, we are doing this in vain. If that is not happening, this is why we are doing the sacrament, this is why we are doing the consecration of the waters, so that we may become like the waters of Jordan, which receives Christ to it, which is ignited by the fire of the Holy Spirit. And our lives reveal the love of God the Father, the grace of his only begotten Son, and the fellowship of the Holy Spirit. If that is not happening in our midst, then we are a failing community. We are a decaying community. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഏതു വിധത്തിൽ യോർദാൻ നദി കർത്താവിനെ സ്വീകരിക്കുകയും ഏതു വിധത്തിൽ ജലം ഊഷ്മളമാകുകയും തീയും വിറകുമില്ലാതെ ജലം ഊഷ്മളമായി എന്നാണ് പറയുന്നത്. ആ തരത്തിൽ തന്നെ നമ്മുടെയൊക്കെയും ജീവിതങ്ങൾ ദൈവത്തിന്റെ വലിയ കരുണയാൽ ശക്തിയാൽ ഊഷ്മളമാകുവാനും പരിമളം വീശുന്ന സുഗന്ധവാസനയായി തീരുവാനും ദൈവം സഹായിക്കും. തമ്പുരാൻ സൃഷ്ടിയുടെ അടുക്കൽ വന്ന് കുനിഞ്ഞു നിൽക്കുന്നു മാമോദിസ സ്വീകരിക്കാൻ. ഇത് താഴ്മയുടെ വലിയ സന്ദേശമാണ്. താഴ്മയോടുകൂടി ജീവിക്കുവാൻ ഈ പെരുന്നാൾ നമ്മളെ പഠിപ്പിക്കുന്നു. കാലിത്തൊഴുത്തിൽ പിറന്നു വളരെ നിസ്സാരമായ യൗസേപ്പിന്റെയും മറിയയുടെയും മകനായിട്ട് വളർന്നു. ഇപ്പോൾ ഇതാ വളരെ നിസ്സാരമായിട്ട് വളരെ താഴ്മയോടെ സൃഷ്ടിയുടെ മുമ്പിൽ ചെന്ന് തലവണക്കി നിൽക്കുന്നു. എന്നെ മാമോദിസ മുക്കുക എന്ന് പറയും. ഈ താഴ്മയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധ്യമാക്കുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഉടനെ തന്നെ ദനഹ പെരുന്നാളുടെ പ്രത്യേക ശുശ്രൂഷ നടത്താൻ പോവുകയാണ്. ഈ ശുശ്രൂഷയുടെ വളരെ പ്രധാനമായ ഭാഗമാണ് ഒരു ചെറിയ ആഘോഷപരമായ ഒരു റാസ അല്ലെങ്കിൽ ഒരു പ്രൊസഷൻ. ഈ പ്രൊസഷനിൽ ഞങ്ങൾ മാത്രമേ പലരുടെ ചുറ്റും നടത്തുകയുള്ളൂ. When we go through you, put your hearts in that procession. Put your hearts in that procession, because you are following Christ to the river Jordan to witness the great happening that is the revelation of the Father, Son and Holy Spirit. And then we come to the center of the church and do the remaining of the prayers and services. You will see there are the distinct feature of this service is that
You will have the blessing of the censer twice. We first blessed it in Qurbana, and now again we'll be blessing the censer. It shows the importance of the theophany experience of this feast, the revelation of the Father, Son, and Holy Spirit. And then you will see the blessing of the waters. There are so many times the waters will be blessed. And by the end of this day, when we finish liturgy and about to go home, while we kiss the priest's hands, you will also receive a little bit of this blessed water, this holy water. And this water becomes holy. This water becomes powerful. So you and I become a part of a sanctifying ministry in and through the service. May the Spirit of God enable each and every one of us to have a similar experience.